ഒരു കടൽപാത ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ വഴികളിൽ ഒന്നാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം പോലും ആഗോളതലത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തും. ഇന്ത്യയുടെ എണ്ണ കപ്പലുകൾ ഇറാന്റെ കടൽ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വെടിവയ്പുണ്ടാകുന്നു. ഇതൊരു അപകടമായിരുന്നോ അല്ലെങ്കിൽ വ്യക്തമായൊരു മുന്നറിയിപ്പാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഴത്തിൽ തന്നെ പരിശോധിക്കുകയാണ്. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഈ സംഭവം നടന്നത് ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവായ കടൽപാതകളിൽ ഒന്നായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം ഇവിടെ കൂടിയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവം പോലും ഒരു സാധാരണ സംഭവമായി കണക്കാക്കാനാകില്ല. ഇനി എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 ഓയിൽ ടാങ്കറുകൾ ഈ കടൽപാതയിലൂടെ കടന്നു പോകുമ്പോൾ ഇറാന്റെ സൈനിക ബോട്ടുകളിൽ നിന്ന് ചെറിയ തോതിലുള്ള വെടിവയ്പ് ഉണ്ടാകുകയായിരുന്നു. പ്രധാന കാര്യം ഈ കപ്പലുകൾ ലക്ഷ്യമിട്ട ആക്രമണമല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. വെടിയുണ്ടകൾ കപ്പലിന്റെ ബ്രിഡ്ജ് ഭാഗത്തെ ഒരു ഗ്ലാസ് വിൻഡോയെ മാത്രമാണ് തകർത്തതെന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടുമില്ല എന്നതുമാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവരുന്ന വിവരം. പക്ഷേ ഇതിന്റെ പിന്നിലെ സന്ദേശമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സുരക്ഷാ വിശകലന വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇതൊരു അപകടമല്ല, ഇതൊരു വാർണിംഗ് സിഗ്നൽ ആണ് എന്നതാണ് അവർ പറയുന്നത്. ഇറാന്റെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ കടൽ പ്രദേശം കർശന നിയന്ത്രണത്തിൽ ആണ് നിലനിർത്തുന്നത്. അവർ പലവട്ടം റേഡിയോ വഴി മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് പാലിക്കാതെ മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള തിരിച്ചു പോകൂ എന്ന സിഗ്നൽ നൽകാൻ അവർ തയ്യാറാണെന്നതാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് മറ്റൊരു കാരണത്താലാണ്. എന്താണെന്ന് സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. ഇത് നടക്കുന്നതിന് ദിവസങ്ങൾ മുൻപ് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കടൽപാത വാണിജ്യ ഗതാഗതത്തിന് തുറന്നിരിക്കുകയാണെന്നും കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാമെന്നുമായിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി ചില ഇന്ത്യൻ കപ്പലുകൾ ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ യാത്ര പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങിയെന്ന് പലര് കരുതിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഈ വെടിവയ്പ് ഒരു വലിയ സത്യമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇറാനിൽ ഒരു ഭാഗത്ത് ഡിപ്ലോമാറ്റിക് സന്ദേശങ്ങൾ, മറുഭാഗത്ത് സൈനിക നിയന്ത്രണം. ഇരുവർക്കും തമ്മിൽ പൂർണ്ണ ഏകോപനമില്ല. അതുകൊണ്ട് പുറത്തേക്ക് പറയുന്ന കാര്യങ്ങളും വെള്ളത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളും ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് ഇതൊരു വലിയ തലവേദന തന്നെയാണ്. കാരണം ഒരു വശത്ത് ഔദ്യോഗികമായി പാത സുരക്ഷിതമാണ് എന്ന് പറയുന്നു, മറുവശത്ത് കപ്പലുകൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് ലഭിക്കുന്നു. അതിനാൽ ഇന്ത്യ ഇനി എന്ത് ചെയ്യണം? സുരക്ഷിതമായി യാത്ര നടപ്പാക്കാൻ നിശബ്ദമായ കോർഡിനേഷൻ, മുൻകൂർ അനുമതി, ഇവയെല്ലാം വീണ്ടും നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ചെറിയ സംഭവം പോലെ തോന്നാം, പക്ഷേ ഇതിന്റെ വലിയ അർത്ഥം എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതയിൽ ഒരു രാജ്യത്തിനുള്ളിൽ വ്യത്യസ്ത ശക്തികൾ വ്യത്യസ്ത സന്ദേശങ്ങൾ നൽകുമ്പോൾ അത് ആഗോള വ്യാപാരത്തിനും സുരക്ഷയ്ക്കും ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നത് ഒരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. കടലിൽ നടക്കുന്ന യാഥാർത്ഥ്യം പ്രഖ്യാപനങ്ങളിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇനി മുതൽ ഓരോ നീക്കവും കൂടുതൽ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്.